അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗും കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്. നല്ലൊരു നമുക്ക് ലഞ്ചിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിപ്പം ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഇക്കാക്ക് ഓഫീസിലേക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇക്കാക്ക് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇക്ക അവിടെ നോക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കുട്ടികളുടെ സെക്ഷനിലും പിന്നെ ലേഡീസിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കിയതാട്ടോ. അപ്പോൾ മാക്സിലൊക്കെ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊന്നും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ ഓഫർ സമയത്തൊക്കെ നല്ല ഡ്രസ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വെക്കാറുണ്ട് കേട്ടോ. ഓഫറിലുണ്ടായിരുന്ന കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഞാൻ അതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഷർട്ടെല്ലാം എടുത്തിട്ട് പോന്നു. പിന്നെ ആണുങ്ങളുടെ വേഗം കഴിയുമല്ലോ അവരുടെ സെലക്ഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അതെടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ബ്രിഞ്ചോൾ കൊണ്ട് ഞാൻ നല്ലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഇതെനിക്ക്. ശരിക്കും ഞാൻ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രിഞ്ചോൾ എടുക്കുക. അപ്പം ഞാനെടുത്തപ്പോൾ ബ്രിഞ്ചോൾ കുറച്ച് സൈഡിലൊക്കെ ഇങ്ങനെ കേട് വരാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കുറച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനിങ്ങനെ കുറച്ച് കട്ടിയിൽ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്ന രീതിയിൽ മസാല തേക്കുക. ഇത് കുറച്ച് കട്ടിയിലാണല്ലോ, കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്യുമ്പം പിന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആകെ ഉടഞ്ഞു പോവും. അപ്പം മസാല നല്ലോണം ഈ ഓരോ സ്ലൈസിലും പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വലിയൊരു ഗ്രിൽ പാൻ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ നമുക്ക് ഒരൊറ്റ ബാച്ചിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളിയും പിന്നെ ഒരു ഹാഫ് ടൊമാറ്റോ ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് മോളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അധികം സ്പൈസി ആയാൽ അവൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്പൈസി ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പം കുറച്ച് സ്പൈസി ആവുമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ ബ്രിഞ്ചാൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണ് 2 പാത്രത്തിലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത ആ ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയെല്ലാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ബ്രിഞ്ചോളൊക്കെ കുക്കായപ്പോൾ ഞാൻ ഗ്യാസെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ആ ഒരു മസാല റെഡി ആയിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരണം കേട്ടോ. അല്ല അപ്പോഴാണ് ടേസ്റ്റ്. മറ്റേ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം ഈ ഒരു ഉള്ളിയിലേക്ക് മാത്രമുള്ള മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ബ്രിഞ്ചാൾ നമ്മൾ ഓൾറെഡി മസാല തേച്ച് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ അതിലേക്ക് മസാല ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഉള്ളിയിലേക്കുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രിഞ്ചാൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടിയിട്ട് കുക്ക് ചെയ്യാം കേട്ടോ, ആ ഒരു മസാലയൊക്കെ എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നു പോയപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് പൊടിയുള്ളതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഫ്രഷ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. എല്ലാ മസാലയും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തേങ്ങാപ്പാലെല്ലാം ഒന്ന് പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സൈഡ് ഡിഷ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. വേറെ കറികളൊന്നും വേണമെന്നില്ല കഴിക്കാൻ. പിന്നെ ഇത് ആ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ടേസ്റ്റ് തോന്നണില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് തണുത്ത് കഴിഞ്ഞ് ആ മസാല എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ആ ഒരു വഴുതനങ്ങനെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. പിന്നെ ഞാൻ വേറെ സൈഡ് ഡിഷും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ചോറും കറികളൊക്കെ തലേന്ന് ഉണ്ടാക്കിയാൽ തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് ഡിഷ് മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു ഓംലെറ്റും കൂടി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വീട്ടിൽ ഫിഷോ ഇറച്ചിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഓംലെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓംലെറ്റ് അവിടെ ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചോറും കറികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറെല്ലാം ഞാനിങ്ങനെ 2 ദിവസത്തിന് തന്നെ ആക്കി വെക്കാറ് കേട്ടോ. കാരണം നമ്മൾ ഒരു ദിവസത്തിന് ആക്കി വെക്കുമ്പം അത് ഭയങ്കര കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു 2 ദിവസത്തിനൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേന്ന് ആ ഒരു ചോറിൻ്റെ പണി ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും നമ്മൾ അടുപ്പെല്ലാം കത്തിച്ചടങ്ങാറാവും. അപ്പോൾ 2 ദിവസത്തേക്ക് അങ്ങനെ ആക്കി വെക്കാറ് കേട്ടോ ചോറ് പൊതുവേ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാവ് അരയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോറ് ബാക്കിയുള്ളത് വേണ്ടി വരുമല്ലോ. അപ്പോൾ കുറച്ച് എക്സ്ട്രാ അങ്ങനെ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അന്നത്തെ ലഞ്ച്. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇനിയിപ്പം ഞാനൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹാളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ടിയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അൽഹംദുലില്ലാ എല്ലാത്തിനും വേരെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വലുതായിട്ട് നിൽക്കുന്ന 2 ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഹോം സാറസ് എന്ന് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ഇത് നല്ലൊരു ഓഫറിൽ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്.
അപ്പം ഈ ഒരു ബൗളാണ് ആ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഫിറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു വലിയ ബൗളാകുമ്പം അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. മറ്റേത് ചെറിയ ഇങ്ങനത്തെ പോട്ടിലിട്ടപ്പോൾ അതിങ്ങനെ അതിൻ്റെ വേരിനൊക്കെ കുറച്ച് നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ ഫിഷ് ബൗളായിരുന്നു കേട്ടോ. അപ്പം ഫിഷ് ചത്തുപോയി, നമ്മൾ നാട്ടിൽ പോകുന്നതിന് കുറച്ച് മുന്നേ ചത്തുപോയി. അപ്പോൾ ഞാൻ ആ ബൗള് ഞാൻ ഇങ്ങനെ യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും എല്ലാം അൽഹംദുലില്ലാ വേരൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പോട്ടിലേക്ക് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ മോൾക്ക് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വിപ്പിംഗ് പൗഡറിൻ്റെ സാഷ ഉണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല തിക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ക്രീം ബേസ് അവിടെ ബീറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മാംഗോ ഒന്ന് പ്യൂരി ആക്കിയിട്ടെടുക്കാം. അപ്പം നല്ല മധുരമുള്ളൊരു മാങ്ങയായിരുന്നു കേട്ടോ. അപ്പം നല്ല മധുരമുള്ളത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് ഐസ്ക്രീം ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പൊതുവേ മാങ്ങ കഴിക്കാറില്ല. എനിക്കിങ്ങനെ മാങ്ങ കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ ജ്യൂസോ ഐസ്ക്രീമോ ഒക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എനിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മൾ പ്യൂരി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീമിൻ്റെ മിക്സറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഐസ്ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ കളറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ലൈറ്റ് യെല്ലോ കളർ അത്ര മതിയെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മോൾക്കൊക്കെ കൊടുക്കുന്നതല്ല, അപ്പം ഇങ്ങനെ കളറിങ്ങും ഒക്കെ ആഡ് ചെയ്യാത്ത തന്നെയാണ് നല്ലത്. അപ്പോൾ അതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8 മണിക്കൂർ എന്തായാലും നമുക്ക് ഫ്രീസ് ചെയ്യണമല്ലോ, എന്നാലല്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാ ആനിവേഴ്സറിക്കും നമ്മളിങ്ങനെ ഒരു ഡിന്നർ ഡേറ്റിന് പോകാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാനല്ല, ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ മുന്നേ കസിനൊക്കെ വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എമിറേറ്റ്സ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അബുദാബിയിൽ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് കൊറിയൻ ഫുഡൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കൊറിയൻ ഫുഡൊക്കെ നമുക്ക് പറ്റും, എങ്ങനെ അവരുടെ ഫുഡൊക്കെ നമ്മൾ കഴിക്കുക, അവരൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാനും പച്ചക്കൊക്കെ കഴിക്കുന്നതല്ല എങ്ങനെ കഴിക്കുക എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെല്ലാം മാറി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ടേബിളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. നമ്മൾ പോയതൊരു വീക്ക് ഡേ ആയിരുന്നു, എന്നിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് 2 ഇങ്ങനെ സീ ഫുഡ് അൺലിമിറ്റഡ് ബാർബിക്യൂ കേട്ടോ. നമ്മൾ ഓർഡർ സീ ഫുഡല്ല, എല്ലാമുള്ള ഒരു അൺലിമിറ്റഡ് ബാർബിക്യൂ കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും ഓർഡർ ആക്കണം കേട്ടോ. ഷെയറിംഗ് ഒന്നും അല്ല അവിടെ അല്ല. അതായത് ഇപ്പം അവിടെ ബാർബിക്യൂ മാത്രമല്ല കേട്ടോ, അങ്ങനെ അൺലിമിറ്റഡ് ഫുഡ് മാത്രമല്ല, വേറെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കും ചെയ്യാം. പക്ഷേ നമ്മൾ കൂടെയുള്ള ആൾ ഇങ്ങനെ അൺലിമിറ്റഡ് ഓപ്ഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളും അതുതന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. കാരണം ഷെയറിങ് അവർ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സൈഡ് ഡിഷുകളും പിന്നെ നമുക്ക് നല്ല ഒരു സൂപ്പും കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സൂപ്പും കുടിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇവരെ സൈഡ് ഡിഷുകളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ബാർബിക്യൂ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ചിക്കൻ, ബീഫ്, സ്ക്വിഡ്, പ്രോൺസ്, പിന്നെ ഫിഷ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാർബിക്യൂ നേഷൻ പോലെയുള്ള അങ്ങനത്തെ ഒരു ബാർബിക്യൂ അല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കണം. ബാർബിക്യൂ നേഷനിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ചൂടാക്കിയിട്ട് കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ കുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അവർ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ അത് ഓണാക്കിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മേലെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഓയിലും കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ. നമുക്ക് ആദ്യം ഇങ്ങനെ ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റെഡി ആയിട്ടോ. ഇതെല്ലാം കുക്കാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ. നമ്മളിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വേഗത്തിനെല്ലാം കുക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇക്കാൻ്റെ അടുത്ത് കളിയാക്കി തന്നിട്ട് എന്നും ഞാനല്ലേ കുക്ക് ചെയ്യൽ, ഇന്ന് നിങ്ങൾ കുക്ക് ചെയ്തിട്ട് എനിക്ക് താന്നും പറഞ്ഞിട്ട് ഇക്ക ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോൺസ് എല്ലാം എന്ന് പറഞ്ഞാൽ സ്കിന്നോട് കൂടി തന്നെ കേട്ടോ. അവർ ഉള്ളത്തെ എല്ലാം ക്ലീൻ ആക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഒന്നുമില്ല, ഭയങ്കര ബ്ലാൻഡാണ്, അങ്ങനെ മസാല ഒന്നും ഇല്ലയെന്ന് തോന്നിട്ട്. പക്ഷേ നമ്മളിത് കഴിക്കുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. ഫുഡിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളും കണ്ടപ്പോൾ ഇങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. മോൾക്കൊക്കെ അവരുടെ ആ ഒരു സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല, നമ്മളിങ്ങനെ കുക്ക് ചെയ്യുക എടുത്ത് കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ ചൂടോടുകൂടി നമ്മൾ കഴിക്കില്ലല്ലോ, നമ്മൾ കുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മീറ്റൊക്കെ കഴിക്കുക. പക്ഷേ കുക്ക് ചെയ്ത് ആ ഒരു ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെ അത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് അവർ കൊണ്ടുവന്നതൊക്കെ നമ്മൾ ഫിനിഷാക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് ആ ഒരു ഷീറ്റൊക്കെ മാറ്റി തരുന്നുണ്ട് കേട്ടോ. കാരണം അതിങ്ങനെ കുറച്ചൊക്കെ പിടിക്കുമല്ലോ അടിയിൽ. അപ്പോൾ ആ ഷീറ്റ് മാറ്റിയിട്ട് അവർ വേറെ ഫ്രഷ് വെച്ച് തരും നമുക്ക്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് വേസ്റ്റ് ചെയ്താൽ എക്സ്ട്രാ 40 ദിർഹംസ് പേ ചെയ്യണം എന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഓർഡർ ചെയ്യാം. അപ്പം ഞങ്ങൾ ഒരു വട്ടം കൂടി നമ്മൾ ആ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അൺലിമിറ്റഡ് ബാർബിക്യൂവിന് പെർ ഹെഡ് വരുന്നത് 69 ദിർഹംസ് ആട്ടോ. അവർക്ക് വേറെയും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, 49 ദിർഹംസിൻ്റെ ഒരു അൺലിമിറ്റഡും കൂടി വരുന്നുണ്ട്. പക്ഷേ അത് ഫ്രൈഡ് ചിക്കൻ മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇതാട്ടോ ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ എല്ലാം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൂസ് ചെയ്തതാണ്. പിന്നെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മളിപ്പം സെക്കൻഡ് സെറ്റ് പറഞ്ഞതിന് ശേഷം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് നമ്മൾ റീഫിൽ ചെയ്യാൻ പറയുമ്പോഴൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വൺ ടൈം നമ്മൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.